നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. സേ പരീക്ഷ എന്ന് പറയുമ്പം അതിനെ പല രീതിയിൽ കാണുന്നവരുണ്ട്. സേ എന്ന് പറയുമ്പം നമുക്ക് ഇനി ഞങ്ങൾ ജയിക്കുമോ സാറേ, രക്ഷകർത്താക്കളായാലും ഇനിയും നീ ജയിക്കാൻ പോകുന്നില്ല, അധ്യാപകരായാലും ആ രീതിയിൽ കാണുന്നവരുണ്ട്. പക്ഷേ നമ്മളെല്ലാം പോസിറ്റീവായിട്ട് കാണുക. നമുക്ക് ജയിക്കാം എന്ന് നമ്മൾ ഉറപ്പിച്ച് നമ്മൾ ഇറങ്ങിയാൽ നമ്മളെ തോൽപ്പിക്കാൻ ഒരാൾക്കും പറ്റത്തില്ല. നമ്മൾ വിചാരിക്കണം നമ്മൾ തോൽക്കണമെങ്കിൽ. എന്നാൽ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഉറപ്പിക്കാം നമ്മൾ ജയിക്കണമെന്നുണ്ടെങ്കിലും. തോക്കണമെന്ന് നമ്മൾ ഉറപ്പിച്ചാൽ നമ്മൾ തോക്കുകയും ചെയ്യും, ജയിക്കണമെന്ന് നമ്മൾ ഉറപ്പിച്ചാൽ നമ്മൾ ജയിക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ ജയിക്കണം എന്ന് ഉറച്ച് നല്ല രീതിയിൽ, ചുമ്മാതൊരു പഠനമല്ല നമുക്ക് സേ പരീക്ഷയ്ക്ക്. റെഗുലർ വിദ്യാർത്ഥികൾ പഠിക്കുന്ന പോലെയോ എൻട്രൻസ് കുട്ടികൾ പഠിക്കുന്ന പോലെയോ ഒന്നും അല്ല നിങ്ങൾ സേ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ടെന്നുള്ളതാണ് ഏറ്റവും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. പ്രത്യേകിച്ചും പല കുട്ടികളും എന്നോട് ചോദിക്കാറുണ്ട്, സാറേ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ചെയ്താൽ നമ്മളങ്ങ് ജയിച്ചു പോകത്തില്ല, കഴിഞ്ഞ ഒരു 5 കൊല്ലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കിയാൽ ഒരിക്കലുമില്ല. റെഗുലർ വിദ്യാർത്ഥികൾക്ക് പോലും ഇപ്പം സ്ഥിരം പാറ്റേണുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല നമുക്ക് ചോദിക്കുന്നതൊക്കെ. അതായത് നമ്മൾ ഓരോ ചാപ്റ്ററിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 100-ൽ 90%, 100-ൽ 100 ഞാൻ പറയത്തില്ല, 100-ൽ 90% ചോദിക്കുന്ന ചോദ്യങ്ങൾ ഓരോ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ എടുത്ത് അതിനെ വളരെ സിമ്പിളായിട്ട് പഠിപ്പിച്ച് അതിൻ്റെ സിമ്പിളായിട്ടുള്ള നോട്ട്സും വെച്ച് പഠിപ്പിച്ച് അത് പഠിച്ച് നിങ്ങൾ എടുക്കുമ്പോഴാണ് നമുക്ക് 100% ജയം ഉറപ്പാക്കുന്നത്. അത് ഏത് വിഷയം ആയിക്കോട്ടെ, അത് ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, എല്ലാ വിഷയങ്ങളും നമ്മൾ ഇത് തന്നെ ചെയ്യുക. ഇത് തന്നെ കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലും ചെയ്താൽ കേരളത്തിൽ ഒരു കുട്ടി പോലും യഥാർത്ഥത്തിൽ തോൽക്കില്ല. പക്ഷേ നമ്മൾ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കുറച്ച് സമയം ഇതിനു വേണ്ടി മെനക്കെടാൻ തയ്യാറാണ്. നമ്മൾ തലേദിവസം സേ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു 1-2 മണിക്കൂർ ദിവസം മെനക്കെടുക. 2 മണിക്കൂർ ഇതിനു വേണ്ടി അങ്ങ് മാറ്റി വെച്ചേക്കണം. എത്ര ജോലി ചെയ്യുന്നവരാണെങ്കിലും 2012 തോറ്റ കുട്ടികളുണ്ട്, 2015 തോറ്റ കുട്ടികളുണ്ട്. എത്ര വർഷം കഴിഞ്ഞു, ഞങ്ങൾക്ക് എവിടെ സമയം മാഷെന്ന് ചോദിച്ചാൽ സമയം ഉണ്ടാക്കണം, നമുക്ക് വേണ്ടിയാണ്. അന്നേരം നിങ്ങൾ ജോലി ചെയ്യുന്നവരായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്നവരായിരിക്കാം. 2 മണിക്കൂർ ഒരു ദിവസം 24 മണിക്കൂറില്ലേടെ, അതിൽ നിന്ന് 2 മണിക്കൂർ നിങ്ങൾ മാറ്റിവെച്ച് ദിവസവും അങ്ങനെ അങ്ങ് പോയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയമാറും +2. കാരണം +2 ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ഫ്യൂച്ചറിൽ ഏത് കോഴ്സ് എടുക്കാനും പിന്നീടായാലും നമ്മൾ ഇത് പോയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം പോയി, ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കെല്ലാം കിട്ടി എന്നുള്ളത് തന്നെയാണ് സത്യം. കാരണം ഇനി ഏത് കോഴ്സ് എടുക്കാനും നമുക്ക് +2 എന്ന് പറയുന്ന ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറും. ഇനി അങ്ങോട്ട് മാറുമ്പം സിലബസ്, പാറ്റേൺ, ഇതെല്ലാം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ എന്ത് മാറ്റങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ. ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറുന്ന സാഹചര്യം നമ്മളെ ചിലപ്പം കടുപ്പിക്കും. അന്നേരം ഉള്ള സാഹചര്യം നല്ലതുപോലെ ഉപയോഗിക്കുക. 2026 മാർച്ചിൽ നടക്കുന്ന സേ പരീക്ഷയ്ക്ക് +1ഉം +2 എന്തായാലും അറ്റൻഡ് ചെയ്യണം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്തായാലും ഇതിന് കേരളത്തിലെ എല്ലാ കുഞ്ഞുങ്ങളും ജയിക്കട്ടെ എന്ന് മാഷ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഓൺലൈൻ ബാച്ചസ് എല്ലാ ആഴ്ചയും എല്ലാ ദിവസവും നമുക്ക് പുത്തൻ ബാച്ചസ് ഉണ്ട്. ആദ്യം മുതലുള്ള എല്ലാ ക്ലാസ്സിലും കിട്ടും. വളരെ പരിമിതമായ ഫീസ്, നമുക്ക് ആർക്കും ഈ ഫീസ് കൊടുത്ത് പഠിക്കാം. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം. ആർക്കും പഠിക്കാം. അങ്ങനെ പഠിച്ച് നിങ്ങൾ ഉറപ്പിക്കുക വിജയം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എപ്പോഴും ഏത് നിമിഷവും ചേരാം. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പേരും ഡിസ്ട്രിക്റ്റും വാട്സപ്പ് നമ്പറും ഏതൊക്കെ സബ്ജക്ട്സ് ആണെന്നൊക്കെ വ്യക്തമായിട്ട് കൊടുക്കുക. ടെൻഷൻ ഇല്ലാതെ പഠിക്കുക. നമുക്ക് ടെൻഷൻ വരുന്നത് തലേദിവസമൊക്കെ പഠിക്കുമ്പോൾ ടെൻഷൻ ഇല്ലാതെ ഇപ്പം പതുക്കെ പഠിച്ച് ഈസി ആയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യുക. എതിർപ്പ് പറയാനോ അല്ലെങ്കിൽ കളിയാക്കി പറയാനോ ഒക്കെ നമുക്ക് ഒരുപാട് പേര് കാണും. അതൊന്നും നമ്മൾ ഗൗനിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിക്കുന്നത് നമ്മൾ ജയിക്കാൻ വേണ്ടിയാണെന്ന് ഉറപ്പിക്കുക. അന്നേരം എല്ലാവരും ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.